നമുക്ക് നിഖിതയുടെ 2 ലുക്ക് കാണാം. തലേദിവസത്തെ ലുക്ക്, കല്യാണത്തിന്റെ ലുക്ക്. അപ്പൊ ഇന്ന് തലേദിവസം ഒരു എന്താ പറയാ നല്ല തിളക്കമുള്ളൊരു റോയൽ ബ്ലൂ കളറിലെ ലെഹങ്ക ആയിട്ടാണ് റെഡിയാകാൻ പോകുന്നത്. നമ്മള് ഡുവൽ കളർ ഗ്ലിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. നിഖിതയോടൊപ്പം ഒരുങ്ങാനായിട്ട് ഒരു പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ ലുക്കിന് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെ ഒരേ ഡ്രസ്സ്. പിന്നെ 2 പേരും ഒരുമിച്ച് പിടിച്ച് ഒന്ന് നിർത്തി വീഡിയോയും എടുത്തു. നമ്മുടെ രാവിലത്തെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. എന്നാലും 1 മണിക്കൂർ ഉറങ്ങിയേ? ഇന്ന് 5 മണിക്കല്ലേ വരേണ്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം ഉറങ്ങായിരുന്നല്ലോ. റിസപ്ഷൻ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ്. ഭയങ്കര ക്ഷീണാണല്ലേ. നമ്മളിങ്ങനെ ഈ സൈഡിൽ നിന്ന് ഒരുപാട് പഫി ആയിട്ട് കൊടുക്കാതെ ഫുൾ ബ്രെയ്ഡ് ചെയ്ത് ആ ബ്രെയ്ഡിങ് ഫുള്ള് ഇവിടേക്ക് വരുവാണ്, ഇപ്പുറത്തെ സൈഡിലേക്ക്. നമ്മൾ ഇതിൽ ഫുൾ ഇങ്ങനെ ബ്രെയ്ഡിങ് സ്റ്റൈലാണ് ചെയ്ത്, ഓപ്പൺ ഹെയർ സ്റ്റൈൽ എന്ന് പറയാം. ബട്ട് ഫ്രണ്ടിൽ മാത്രം നല്ല പഫി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഹെയർ ചെയ്തതാണ്. ഈ ബ്രെയ്ഡിങ് ഡേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേ ബ്രെയ്ഡിങ് തന്നെ വരുന്നുണ്ട്. നമ്മളെ ഹെയറിൽ സിമ്പിൾ ബട്ട് എലിഗൻറ്റ് ലുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഹെയർ ആക്സസറി കൂടെ വെച്ച് ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ചെയ്തു. നിഖിതയുടെ ഹെയർ സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾ വെച്ച ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും അത് കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. എന്നാൽ സൈഡ് വ്യൂവിൽ നിന്നും ആ നന്നായിട്ട് ആക്സസറി കാണാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ ഒരുപാട് വലിയ ആക്സസറി അല്ലാതെയാണ് വെച്ചേക്കുന്നത്. പൊതുവേ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വലിയ ആക്സസറി ചേരില്ല. ആൻഡ് ഗ്രൂമിൻ്റെ സ്കിന്ന് തിളങ്ങുന്നത് കണ്ടോ, എന്നാൽ ലൗഡ് മേക്കപ്പും അല്ല. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഫ്രം ടീം തനുമ ബ്യൂട്ടി ലോഞ്ച് ആൻഡ് ഗുഡ് ഡേ ടു ഓൾ അവർ വ്യൂവേഴ്സ്. ബൈ.